മനുഷ്യനും ഈ ലോകത്ത് കാലാകാലം ജീവിക്കൂല. അങ്ങനെ ജീവിക്കുമായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലോകമുണ്ടല്ലോ നമ്മൾക്ക് മുമ്പിൽ കാണുന്ന ഒരു മായികമായ ലോകമാണ്. നിങ്ങൾക്കിത് യഥാർത്ഥ്യമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് എന്തോ ഒരു പിശാച് കുടിയിരിക്കുകയാണ്. ആ പിശാച് ആരാണെന്ന് കണ്ടുകെട്ടുക. ഭൗതികതയോടുള്ള നിങ്ങളുടെ അതിപ്രസരമുണ്ടല്ലോ, അത് നാശത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഉൽപ്പത്തി നൽകുന്നത്. നാശങ്ങളിലേക്കാണ് നിങ്ങളെ എന്നെത്തിക്കുന്നത്. നിന്റെ പിഞ്ചോമന കുട്ടികൾ കരയുമ്പോൾ, നിന്റെ മാതാവ് കരയുമ്പോൾ, നിന്റെ സഹോദരി കരയുമ്പോൾ, അവർക്കുള്ളതായ ഭക്ഷണങ്ങളെ കാര്യമായി നീ ഗൗനിക്കാതെ നിന്റെ സാമ്പത്തികമായ ഐശ്വര്യം നീ അനാവശ്യമായ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ, നീ ബ്ലൂ ഫിലിമിംഗ് കാണുമ്പോൾ, നീ വിശാലയങ്ങളിൽ പോകുമ്പോൾ, നീ ഭ്രാന്തി കുടിക്കുമ്പോൾ, അള്ളാഹിന്റെ പാവപ്പെട്ട കുട്ടികൾ അവിടെ നെഞ്ചിൽ കരിയുന്നു. വിശക്കുന്ന വയറുമായി അവർ കാത്തിരിക്കുന്നു. എന്റെ സംരക്ഷകൻ എവിടെ പോയി എന്നവർ അന്വേഷിക്കുന്നു. നാം എന്താണ് ഇങ്ങനെ അലപ്പരിക്കുന്നത് സുഹൃത്തുക്കളെ? നാം എന്താണ് ചിന്തിക്കാത്തത്? നമ്മുടെ ഓരോ രൂപയും അള്ളാഹു ചോദ്യം ചെയ്യുന്നു, ഓരോ നിമിഷവും ചോദ്യം ചെയ്യുന്നു. ഇന്ന് കണ്ട മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചിട്ട് നാളെ രാവിലെ കാണുന്നില്ല, അപ്പോൾ മരിച്ചുപോയി. മെനിയാന്ന് കാഞ്ഞങ്ങാട് എയർപോർട്ടിൽ വെച്ച് പുതിയാപ്പിളിനെ കയറ്റാൻ വേണ്ടി പോയ അമ്മാച്ചൻ സുബ്ഹാന റബ്ബി പിറ്റേന്നതാ മയ്യത്തായി കിടക്കുന്നു. അല്ലാ അതല്ല മോനെ ലോകം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചോ. അള്ളാ നമ്മളെ പടച്ച വെറുതെ അല്ല, അതിന് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ട് അള്ളാഹ്ക്ക് ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ ജഹന്നമെന്ന നരകത്തിലേക്ക് വിറകായിട്ട് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പൂന്തോപ്പിലെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരോടൊപ്പം പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളോടൊപ്പം ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തന്നെ സന്മാർഗം പ്രാപിച്ചുള്ളൂ. എന്തിന് സന്മാർഗം വിട്ട് ദുർമാർഗം പ്രാപിക്കണം? ദുർമാർഗികൾ നിശ്ചയം അള്ളാഹു ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. അക്രമകാരികൾ അള്ളാഹു ഒരു കാരണവശാലും സന്മാർഗത്തിലാക്കൂല. അതുകൊണ്ട് അക്രമങ്ങളെ ഒന്നും കാട്ടണ്ട. ആക്രമണത്തിനകത്തോട്ടുള്ള അള്ളാഹിനോട് വേർക്കണം. ഭീകരാക്രമണം അന്ന് ഇവിടെ നടത്തി US ബിൽ ക്ലിന്റൺ, ബ്രിട്ടീഷ് മോൻ, അവൻ നടത്തിയ ആ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ശക്തി അവിടെ പ്രകടമാക്കിയപ്പോൾ ഇറാഖിലെ പിഞ്ചു ബാലന്മാരും ബാലികമാരും കൊലയ്യപ്പെട്ടു, യുവാക്കൾ കൊലയ്യപ്പെട്ടു. അതെല്ലാം നമുക്ക് വിസ്മരിക്കാമോ? സംസാരിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും.